നമസ്കാരം. I don't think PM will have the guts to come to the Lok Sabha today. Because if he comes, I'm going to give him this book. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഒടുക്കം പവനായി ശവമായി എന്നൊക്കെ പറയുന്ന പോലെയായി. കുറേ ദിവസം കൊണ്ട് ഒരു ബുക്കും പൊക്കി പിടിച്ചുകൊണ്ട് വിസ്പർ പപ്പു നടക്കുകയായിരുന്നു. തുടക്കം മുതലേ ഭരണപക്ഷം, അതായത് BJP പാർലമെൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു അത് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണ്, പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിലെ ഭാഗങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് പാർലമെൻറ്റിൽ ഉദ്ധരിക്കാൻ പറ്റും, അതുകൊണ്ട് അത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവരുടെ വാദങ്ങൾ? 56 ഇഞ്ചുള്ള ആൾക്ക് പേടിയാണ്, പുസ്തകം പേടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. 6ഓളം പുസ്തകങ്ങൾ, അതായത് ഒരു കുടുംബത്തിനെ പറ്റിയുള്ള 6ഓളം പുസ്തകങ്ങൾ ഇറക്കാൻ സമ്മതിക്കാത്ത ഒരു ടീമാണ്. പിന്നീട് പല രീതിയിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. ആ ടീമാണ് ഈ നിന്ന് പറഞ്ഞത് എന്ന് ഓർക്കണം. വാർ റൂം KC, അഥവാ ആലപ്പുഴയുടെ MP ആയിട്ടിരിക്കുന്ന ഹൈക്കമാൻഡിൻ്റെയൊക്കെ വലിയ ആളാണ് എന്നൊക്കെ ഭാവിച്ച് കിടക്കുന്ന KC വേണുഗോപാൽ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് വരെ തള്ളിമറിച്ചതാണ്. ആമസോണിൽ നിന്ന് ഈ ഒരൊറ്റ കോപ്പിയേ കിട്ടിയുള്ളൂ, വേറെ ആർക്കും ഇത് കിട്ടിയതായിട്ട് അറിയില്ല. അങ്ങനെ MM നരവനെ എന്ന മുൻ കരസേനാ മേധാവി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ മോദിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, മോദിയുടെ കഴിവുകേടിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പുസ്തകവും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത്. ഒടുവിൽ കള്ളി വെളിച്ചത്തായിരിക്കുന്നു. എവിടുന്നോ ഒപ്പിച്ചൊരു പുറംചട്ടം മാത്രമുണ്ട്, അകത്തൊന്നുമില്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരുന്ന് തന്നെ സത്യം വെളിവായിരിക്കുകയാണ്. ഇത് AI ആണ് അല്ലെങ്കിൽ ജെമിനിയാണ് എന്നൊന്നും പറയാൻ നിൽക്കേണ്ട, അത് അയാൾ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അയാൾ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തിയതാണ്. പേജുകൾ മറിക്കുമ്പോൾ അകത്ത് എഴുത്തൊന്നും കാണുന്നില്ല, അതായത് അകത്ത് വെറും കാലി പേപ്പറുകൾ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇയാൾ വലിയ ഉടായ്പാണ്, കള്ളനാണ് എന്നൊക്കെ നമുക്കറിയാമായിരുന്നു. പക്ഷേ അയാളുടെ ആ നിലവാരം ഈ തരത്തിലേക്ക് താണു പോകുമെന്ന് കരുതി പോലുമില്ല. കാരണം നിമിഷങ്ങൾക്ക് ലക്ഷങ്ങളുടെയോ കോടികളുടെയൊക്കെ വിലയാണ് ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിൽ. നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാനുള്ള കുതിപ്പിന് ബലമേകുന്ന തരത്തിലുള്ള ചർച്ചകളും മറ്റും ക്രിയാത്മകമായി നടക്കേണ്ട ഒരു സ്ഥലത്ത് അനാവശ്യമായിട്ട് എത്ര ദിവസമാണ് ഇവർ ഈ പേരും പറഞ്ഞുകൊണ്ട് ഈ ബുക്ക് കാണിച്ചുകൊണ്ട് സഭ സ്തംഭിപ്പിച്ചതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇതുപോലുള്ള മുതലുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അപ്പോഴും ഒരു കാര്യമുണ്ട്, ഇത്രയൊക്കെ ഇയാൾ ചെയ്തു കൂട്ടിയിട്ട് ഇയാൾക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഇപ്പോൾ ഇതിന് കേസായി എന്ന് പറയുന്നു, പക്ഷേ ഇയാളെ എന്തുകൊണ്ടാണ് പിടിച്ചകത്തിടാത്തത് എന്നൊക്കെ പലരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾ ആ കോൺഗ്രസിൻ്റെ തലപ്പത്തുനിന്ന് മാറിയാൽ വേറെ കൊള്ളാവുന്ന ആരെങ്കിലും വരും, അതൊരു പക്ഷേ BJP ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. ഇയാൾ തന്നെ കോൺഗ്രസിൻ്റെ അവസാനം വരെ ഇയാൾ തന്നെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് കാണണം എന്നായിരിക്കാം ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും പിടിച്ചകത്തിടാനും മാത്രമുള്ള കന്നം തെരുവുകൾ ഇയാൾ കാണിച്ചിട്ടും അവർ മൈൻഡ് ചെയ്യാതെ വിടുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഇയാൾ ചട്ടിക്കാത്തായനെ. കാരണം അത്രയും തെമ്മാടിത്തരങ്ങൾ ഇയാൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2 തവണ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതാണ് ഇവിടുത്തെ UDF അഥവാ ഈ കോൺഗ്രസ് സംവിധാനം, കോൺഗ്രസും ലീഗും. അവർ വെറും 2 തവണ ഭരണത്തിൽ നിന്ന് മാറിയപ്പോൾ VD സതീശൻ്റെ നേതൃത്വത്തിൽ അവർ കാണിച്ചു കൂട്ടുന്ന ഭ്രാന്തിന് കയ്യും കണക്കൊന്നുമില്ല, അങ്ങനെ തന്നെ പറയണം. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെ നടക്കുകയാണ്. എന്നിട്ട് അവർ തന്നെ ന്യായീകരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി എന്തിനാ ഇത്ര പേടിക്കുന്നത്, അവർ കുറച്ച് പേരല്ലേ ഉള്ളൂ. അങ്ങനെ കുറച്ച് പേരെ ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് വേണ്ടെന്ന് വെച്ചിട്ട് അവരെ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ. അത് പറ്റില്ല, എടുത്ത് മടി വെച്ചിരിക്കുക, എന്നിട്ട് അവരെ വെള്ള പൂശി കൊടുക്കുകയും ചെയ്തു. തീവ്രവാദ പ്രസ്ഥാനമൊക്കെ ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇവിടെയൊക്കെ നിൽക്കുന്നത് എന്ന് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതിനെ എടുത്ത് മടി വെച്ചിട്ട് അവർ തന്നെ ന്യായീകരിക്കുകയാണ്. അവർ കുറച്ചല്ലേ ഉള്ളൂ, അവരെ എന്തിനാണ് മറ്റുള്ളവർ ഇത്ര പേടിക്കുന്നത്, കുറച്ചുള്ളവരെ എന്തിനാണ് എടുത്ത് വെക്കുന്നത്, ആ കുറച്ചുള്ളത് വേണ്ട എന്ന് വിചാരിക്കാൻ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ പറ്റുന്നല്ലോ. അപ്പോൾ ആ കുറച്ചേ ഉള്ളെങ്കിലും അവരാണ് ഇവിടെ പല രാഷ്ട്രീയ പാർട്ടിയുടെയും ജാതകം തിരുത്തി കുറിക്കുന്നതും അവർക്ക് വേണ്ട രീതിയിൽ എഴുതുന്നതും എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങൾ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അവരെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന പ്രാന്തൊരു ചില്ലറ ഇടഞ്ഞേറൊന്നുമല്ല ഇവിടെ കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റവരെ മാറ്റിയാൽ നിങ്ങളെ മാറിയ അവർ എന്നുള്ള ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെകുത്താനും കടലിനും ഇടയിൽ എന്ന അവസ്ഥയിലാണ് മലയാളികളുടെ അവസ്ഥ. പുതിയ ഒരു മുന്നണിയെ പരീക്ഷിക്കുക എന്നത് മാത്രമാണ്, അത് എത്രത്തോളം സാധ്യമാകും എന്നറിയില്ല. അപ്പോൾ ഭരണത്തിൽ നിന്ന് മാറിയ കോൺഗ്രസ് കേരളത്തിൽ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 3 തവണയായിട്ട് ദേശീയ തലത്തിൽ അവർ പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഭ്രാന്തായിപ്പോവും. രാഹുൽ ഗാന്ധിയെ പോലെയല്ല, KC വേണുഗോപാലിനെ പോലെയുള്ള ആൾക്കാണെങ്കിലും ഭ്രാന്തായിപ്പോവും. നമുക്കൊന്നും ചെയ്യാനില്ല, ഇതിങ്ങനെ ഗ്യാലറി ഇരുന്ന് കാണുക എന്നല്ലാതായി. നോക്കൂ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഈ അകത്തൊന്നുമില്ലാത്ത ഈ പുസ്തകം കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് നേരെ എന്തൊക്കെ കോപ്രായങ്ങൾ, എന്തൊക്കെ വെളിവില്ലായ്മ വിളിച്ചു പറഞ്ഞു. ഇതെല്ലാം പോട്ടെ, ഈ മറുപടി പ്രസംഗം ഉണ്ടായിരുന്നു, ബജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിൽ നരേന്ദ്രമോദി വന്നില്ല. കാരണം സ്പീക്കർ അദ്ദേഹത്തിനോട് വരണ്ട എന്ന് പറഞ്ഞു. കാരണം ഇവർ 2-3 സ്ത്രീകളെ, വനിതാ MP-മാരെ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി വരെ തയ്യാറാക്കി നിർത്തിയിരുന്നു. അത് ഇന്റലിജൻസ് റിപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷം, ആ വിവരം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം നരേന്ദ്രമോദിയോട് പറയുന്നത് താങ്കൾ പങ്കെടുക്കേണ്ടതില്ല എന്ന്. അത് സംഭവിച്ചിരുന്നു എങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ. നരേന്ദ്രമോദിയുടെ ദേഹത്ത് ഇവർ കൈവെക്കുകയോ അല്ലെങ്കിൽ ഒരു നുള്ളു മണ്ണെങ്കിലും വാരി ഇട്ടിരുന്നെങ്കിൽ ഇവിടെ ഈ വാർഡ് തലത്തിലുള്ള കോൺഗ്രസ്സുകാർ വരെ ഓടിച്ചിട്ട് തല്ലി മേടിക്കും, ഒരു സംശയമില്ല അക്കാര്യത്തിനകത്ത്. അപ്പോൾ രാജ്യം തന്നെ കത്തിക്കാനുള്ള പരിപാടിയല്ലായിരുന്നു ഇവർ ചെയ്തത്. മാത്രമോ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഇമേജ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പാർലമെൻറ്റിലാണ് ഈ തെമ്മാടത്തരം ഇവർ കാണിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അതും സ്ത്രീകളെ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്.
അത് ഇവർ കുറേ ദിവസം കൊണ്ട് എഫ്സ്റ്റീൻ ഫയൽസ് എന്നോ അങ്ങനെ എന്തൊക്കെയോ ഇവർ കോപ്രായങ്ങൾ പറയുന്നുണ്ട്. ക്രിമിനലിൻ്റെ ഫയൽസിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പേര് ഒരു 50 തവണ ആ ലിസ്റ്റിൽ പറയുന്നുണ്ട്. അതിനെപ്പറ്റി അവരാരും പറയുന്നില്ല. മോദിയെ പറ്റിയാണ് പറയുന്നത്. ഇതൊന്നും ജനങ്ങളുടെ മുന്നിൽ ചിലവാകില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ രീതിയിലേക്ക് അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തൊന്നും ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ആളെണ്ണം തലയെണ്ണം എണ്ണി നോക്കിക്കഴിഞ്ഞാൽ സംഖ്യകൾ തന്നെയാണ് ആളെണ്ണം കൂടുതൽ. അവരുടെ പ്രധാനമന്ത്രിയെ കൈവെക്കുകയോ കയ്യേറ്റം ചെയ്യാനോ ശ്രമിച്ചാൽ വെറുതെ ഇരിക്കുക. ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത കോൺഗ്രസ് പ്രവർത്തകന്മാരെ തല്ലുകൊണ്ട് ഓടി മെഴുകും. അതിന് മനഃപൂർവ്വം അങ്ങനെ ഒരു കലാപത്തിലേക്ക് രാജ്യത്തെ തള്ളിയിടാൻ വേണ്ടിയിട്ടല്ലേ ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഇല്ലാത്ത ബുക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് എന്ന് കാണാം. ആ ബുക്കിലോ അത് നിലവിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ആമസോണിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നു. ഇത് പ്രസിദ്ധീകരിച്ചു എന്ന് പറയപ്പെടുന്നവർ പറയുന്നത് ഞങ്ങൾ ഇതുവരെ ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഇതിൻ്റെ കോപ്പി ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ അത് വ്യാജമാണ്, അതിനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് അവർ തന്നെ ഔദ്യോഗികമായിട്ട് വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. അങ്ങനെയുള്ളപ്പം ദാണ്ട രാഹുൽ ഗാന്ധിയുടെ കയ്യിരിക്കുന്ന പുസ്തകം അയാൾ തന്നെ മറച്ചു നോക്കുമ്പോൾ അകത്ത് ഒരെഴുത്തും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇല്ലാത്ത ഒരു സംഗതി വെച്ചിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ BJPയുടെ പ്രധാനമന്ത്രി മാത്രമല്ല, രാഷ്ട്രീയമൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് കഴിയുമ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ വേണം. അങ്ങനെയാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ. ഇന്ത്യയിൽ എന്തുകൊണ്ടോ കുറേ ആളുകൾ ഇപ്പോഴും അങ്ങനെയല്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതാണ് നല്ല രാഷ്ട്രീയം. അപ്പോൾ സാധാരണ രാഷ്ട്രീയമൊന്നുമില്ലാത്ത അന്തം കമ്മികളല്ലാത്ത അന്തം കൊങ്ങികളല്ലാത്ത അല്ലെങ്കിൽ അന്തം സംഖ്യകളല്ലാത്ത പ്രധാനപ്പെട്ട കോടാനുകോടി ആളുകൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യമില്ലാത്ത കാര്യത്തിനാണ് എത്രയോ ദിവസം എത്രയോ കോടികളാണ് പാർലമെൻറ്റിൽ ഇവറ്റുകൾ ഇങ്ങനെ വെറുതെ കളയും. ഒരർത്ഥത്തിൽ നല്ലതാണ്. കോൺഗ്രസ് ഇത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് രാഹുൽ ഗാന്ധി തന്നെ ഒരുപക്ഷെ അതിൻ്റെ 16 അടി നടത്തുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്.